ചില സമയത്ത് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്ത് പറ്റി ഇന്നൊരു എനർജി കുറവുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, മാഡം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, എൻ്റെ ജോലി എന്ന് പറയുന്നത് ഐ എം സപ്പോസ് ടു സൗണ്ട് ഹാപ്പി ഓൺ എയർ. ഇറ്റ്സ് എൻ എന്റർടൈൻമെന്റ് ഫീൽഡ്. എനിക്കെൻ്റെ ജോലി എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ് ആയപ്പോഴാണ് ഇവർ നമുക്കൊരു മെസ്സേജ് അയക്കുക, ഒരു ഡോക്യുമെന്റ് മിസ്സിംഗ് ആണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളപ്പോ ഇത്രയും നാളുമായിട്ട് ആ ഫയലൊന്നും തുറന്നു നോക്കിയിട്ടില്ലേ? ഓമന മാഡത്തിനെ ഞാൻ ഒരു ദിവസം വിളിച്ച്, ഞാൻ ഭയങ്കര സങ്കടത്തിൽ ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, മാഡം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിൽ ഐ എം ഡൈയിങ്. ആ സമയത്ത് നമുക്കവിടെ ബിറ്റ്വീൻ ദ സോങ്സ് ഞാൻ കരഞ്ഞിട്ടുള്ള അവസ്ഥയുണ്ട്. അപ്പൊ തന്നെ എന്റെ ലാസ്റ്റ് റിസോർട്ടായിട്ട് ഞാൻ വിളിക്കുന്നു നമ്മുടെ കമ്മീഷണറിനെ, സുരേഷ് ഗോപിനെ വിളിക്കുന്നു. പുള്ളിക്കാരനെ പക്ഷേ സുരേഷ് ഏട്ടൻ, ഓ മൈ ഗോഡ്, ഹി ഹാസ് ഓൾ മൈ ഹാർട്ട്. സുരേഷ് ഏട്ടൻ ഞാൻ വളരെ ഡെസ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്. കൻ ഐ ടോക്ക് ടു യു? അപ്പൊ തന്നെ പുള്ളിക്കാരൻ, ഇടി പറ, എന്താ കാര്യം? ബർത്ത് സർട്ടിഫിക്കറ്റ് ആ കോർട്ടിന്റെ ഓർഡറിൽ ഞാൻ റമീസ് കാണിച്ചത്. ഐ ഹാവ് ഇറ്റ് ഓൺ മൈ ഫോൺ. There is a sentence where it is written, 5 ദിവസത്തിനകം you have to issue the birth certificate. ഈ 5 ദിവസം എന്നുള്ള സാധനം 5 ആഴ്ചയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. What has given you an NOC? What is stopping you? Why would you put a hindrance to that? ഇതൊക്കെയാണ് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് ട്രൈ ചെയ്യാനൊന്നും വയ്യ, ഞാൻ നിർത്തുകയാണ്. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇത് വരട്ടെ. ഐ ഡോണ്ട് കെയർ. ഐ എം സോ ഡൺ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, നമ്മളത് ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര ഹെൽപ്പായിരുന്നു. വേണ്ട വിളിക്കുന്ന സുരേഷ് ഗോപി. ഹി ഡിഡ് എ വീഡിയോ കോൾ വിത്ത് അസ്. അപ്പൊ പുള്ളിക്കാരൻ മറ്റേ ട്രെയിനിനകത്ത് ഇരിക്കുവാ പറഞ്ഞു. അപ്പൊ ഞാനും ജോണും കൂടെ മറ്റേ കമ്മീഷണറിന്റെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് പറഞ്ഞു, സുരേഷ് ഏട്ടാ നിങ്ങൾ കാണാം. അപ്പൊ കുഞ്ഞുണ്ട്, അപ്പൊ ഞാൻ കുഞ്ഞിനെ കാണിച്ചു. പറഞ്ഞു, നമുക്ക് അവളുടെ കാതൊക്കെ കുത്തണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര people are not doing their job. Simple as that. അല്ലാതെ എന്താ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എന്താണ് ആൾക്കാർക്കൊക്കെ ഒരു ദിവസത്തിനുള്ളിൽ പിന്നെ ഒരു ദിവസത്തിനുള്ളിലൊക്കെ കിട്ടുന്നതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്. സിമ്പിൾ ആസ് ദാറ്റ്. ആൾക്കാർ ജോലി ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്നും അന്നും ഇന്നും എന്നും ഞാൻ മായയാണ്. അൾട്ടിമേറ്റ്ലി അതാണ്. ഞാൻ വേറെ ഒരു ടൈറ്റിലും ഇഷ്ടപ്പെടുന്നില്ല. ഐ ആം ഹു ഐ ആം. പക്ഷെ ഈ പറഞ്ഞ സംഗതികളെ ഞാൻ പറഞ്ഞാൽ ഇപ്പം മായയുടെയും അല്ലെങ്കിൽ ജോണിൻ്റെയും മാത്രം തീരുമാനത്തിൽ ഒതുങ്ങുന്ന കാര്യമായിരിക്കില്ലല്ലോ ഒരു പരിധി വരെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, എല്ലാവരും ഈ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കണം, ഈ കുട്ടിയെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണണം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. പക്ഷെ അവർക്കും ഇത്തരം കൺസേൺസ് ഉണ്ട്, ആൾക്കാർ ഫാമിലിയിൽ ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ ഒരു വലിയ ഒരു പ്രയത്നം വേണ്ടിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ള ഫാമിലീസ് ഇഷ്ടംപോലെ ഉണ്ട്. ബിക്കോസ് ഞാൻ ഈ ഒരു സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് മെസ്സേജസ് വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ലേഡി എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അഗൈൻ ഐ തിങ്ക് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഒരിക്കലും എൻ്റെയോ ജോണിൻ്റെയോ പേരൻസ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വന്നിട്ടേയില്ല. ദർ ഇസ് ബീൻ നോ ഇന്റർഫിയറൻസ്. ഐ തിങ്ക് അവരുടെ ലവ് ലാംഗ്വേജ് അതാണ്. ശരിക്കും പറഞ്ഞാൽ അവര് നമ്മളെ നമ്മുടെ രീതിയിൽ അങ്ങ് വിട്ടു തന്നു. സോ ഇതിനകത്ത് നമ്മളൊരിക്കലും വീട്ടുകാരോട് ഡിസ്കസ് ചെയ്യാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. ദർ വാസ് നോ ഡിസ്കഷൻ വിത്ത് എനിബഡി എൽസ്. ഡിസ്കഷൻ വാസ് ഓൾവേസ് ബിറ്റ്വീൻ മീ ആൻഡ് ജോൺ. നമ്മൾ തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ പറയുകയായിരുന്നു. മനസ്സിലായി? ഐ തിങ്ക് അതാണ് ഫണ്ടമെന്റലായിട്ട് വേണ്ടതും. കാരണം കുഞ്ഞിനെ അൾട്ടിമേറ്റ്ലി നമ്മളല്ലേ വളർത്തേണ്ടത്. അപ്പൊ ആ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാണ്. ആ കുഞ്ഞിന് എന്ത് വേണം, ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ലൈഫും നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ആ കുഞ്ഞിലേക്ക് വരേണ്ടത്. സോ നമ്മുടെ പേരൻസ് വി നോ, നമ്മൾ ഡിസൈഡ് ചെയ്താൽ അതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകും. അപ്പൊ ഇത് നമ്മൾ മാച്ച് ആവുന്നു.
പിന്നീട് അങ്ങോട്ടുള്ള പിന്നെയാണ് തുടങ്ങുന്നത് അല്ലേ പിന്നെയാണ് പ്രശ്നങ്ങൾ പിന്നെയാണ് അയ്യോ എൻ്റെ അമ്മോ യുദ്ധകാണ്ഡം ഒന്നും പറയണ്ട. സോ ആ 4 വർഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആരെയും ബോധർ ചെയ്യിപ്പിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ടും ഇല്ല, സംസാരിച്ചിട്ടും ഇല്ല. ബട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഈ ഇവിടെ ആഫ എന്ന് പറയുന്ന ഏജൻസി ഞാൻ പറഞ്ഞില്ലേ, അത് അവർ ഓമന മാഡം ആണ് അതിൻ്റെ മെയിൻ ആള്. മാച്ച് ആയെന്നുള്ള ഇൻഫർമേഷൻ വരുമ്പോൾ ബേബിക്ക് 2 months 6 months പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബോംബെ ചെല്ലുന്നു, നമ്മൾ കാണുന്നു. ആൻഡ് അതിനുശേഷം ദെൻ അപ്പോൾ ഈ ഓമന മാഡം ആക്ച്വലി കുറച്ച് പ്രായമായി അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഒരാളുണ്ട് ഹൂ ഇസ് അസിസ്റ്റിംഗ് ഹെർ വിത്ത് എവറിത്തിങ്. മനീഷ് എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഞാൻ മനീഷിൻ്റെ അടുത്ത് ചോദിച്ചു, മനീഷ് സി വി ഹാവ് നെവർ കോൾഡ് യു ഇൻ ദീസ് 4 years. നമ്മൾ നിങ്ങളെ വിളിച്ചിട്ടോ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇനിയുള്ള വെയിറ്റ് എങ്ങനെയാണ്? നോ മായ, വി ടോട്ടലി അണ്ടർസ്റ്റാൻഡ്, വി റെസ്പെക്ട്, ബിക്കോസ് പേരൻസിൻ്റെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് ഓൾസോ ബच्चे के സവാൽ ഹെ, വി ഡോണ്ട് വാണ്ട് ദ ചൈൽഡ് ടു ബി ഇൻ ദ ഹോം ഫോർ ടു ലോങ്. എത്ര പെട്ടെന്ന് പേരൻസുമായിട്ട് എത്താൻ പറ്റും അത്രയും നല്ലത്. സോ 4 to 6 months ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുഞ്ഞിനെ കിട്ടും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓക്കെ ഡിസംബർ 2024, 2025 മെയ് ജൂൺ കൊണ്ട് കുഞ്ഞിനെ കിട്ടണം. അപ്പോൾ 1 year കുഞ്ഞിനെ കയ്യിൽ വരണം. കുഞ്ഞ് 1 year ആകുമ്പോഴത്തേക്ക് നമുക്ക് കയ്യിൽ വരണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എൻ്റെ റമീസ് ഞാനൊന്ന് പറയണ്ട ഒന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം റെഡി, എല്ലാ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആക്കുന്നു. ഫെബ്രുവരിയിൽ നമ്മൾ ഡോക്യുമെൻ്റ് ബോംബെ പോയി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. പേഴ്സണലി ബൈ ഹാൻഡ് നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നു. ഇവിടെ കൊറിയറൊന്നും ചെയ്തില്ല. നമ്മൾ വിചാരിച്ചു അവിടെ കൊണ്ട് കൊടുക്കാം, കൊറിയറിൽ ഇനി എങ്ങാനും കളഞ്ഞു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വി വെൻ ദെയർ, പേഴ്സണലി ഗേവ് ഇറ്റ് ടു ദെം. അപ്പോൾ ഒരു അഡ്വക്കേറ്റിനെ, നമ്മൾ NRIs ആയതുകൊണ്ട് അവർ തന്നെ ഒരു അഡ്വക്കേറ്റിനെ അവർ നമുക്ക് തരും. ബട്ട് വി ഹാവ് നോ ആക്സസ് ടു ദി അഡ്വക്കേറ്റ്. നമുക്ക് അതെല്ലാം അവർ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് വെക്കുന്നത്. ബിക്കോസ് ഇതിനകത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യാമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അതൊക്കെ നീറ്റാണ് കേട്ടോ, അതൊക്കെ നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നോ പ്രോബ്ലം. സോ വി ഡിഡ് ഓൾ ഓഫ് ദാറ്റ്. മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴാണ് ഇവർ നമുക്കൊരു മെസ്സേജ് അയക്കുക, ഒരു ഡോക്യുമെൻ്റ് മിസ്സിങ് ആണെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളപ്പോൾ ഇത്രയും നാളുമായിട്ട് ആ ഫയലൊന്നും തുറന്നു നോക്കിയിട്ടില്ലേ? അത് നമ്മൾ 4 dossier ആണ് കേട്ടോ, 4 എണ്ണം പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. You did not check it? No, we don't know. അതെന്താണെന്ന് അറിയില്ല. നമ്മൾ ഓക്കെ, അപ്പം തന്നെ ഞാൻ ജോണോട് പറയും, ഇനി ഒന്നും നോക്കട്ടെ, ഇപ്പം തന്നെ കൊറിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്പീഡ് പോസ്റ്റിലാണ് ഇവിടുന്ന് അയക്കുന്നത്. 24 hours അവർക്ക് അത് കിട്ടി അവിടുന്ന്. ദെൻ ബോംബെയിൽ കേസ് ആക്ച്വലി ഗോസ് ടു ദ ഹൈക്കോർട്ട്. അപ്പം നമുക്ക് അത് അറിയില്ലായിരുന്നു ഈ ഹൈക്കോർട്ട്. അപ്പം എൻ്റെ അടുത്ത് മനീഷ് തുടക്കം പറഞ്ഞത് മായ മുംബൈ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഗോസ് ടു ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിൻ്റെ ഒരു ഡിലേസ് ചിലപ്പോൾ വരും, അതുകൊണ്ടാണ് 6 months പറയുന്നത്. അല്ലെങ്കിൽ യൂഷ്വലി അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ കളക്ടറോ ഒക്കെയാണ് ചെയ്യുന്നത്. ഇറ്റ് യൂഷ്വലി ഗെറ്റ്സ് ഡൺ ഇൻ 3-4 months ടൈം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വി സെഡ് ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്താണ്, മെയ് ആയപ്പോൾ ദ കോർട്ട് ഗോസ് ഓൺ ഹോളിഡേ, കോർട്ട് അവധിക്ക് പോകും. ജൂണായി, ജൂലൈ ആയി, എന്നിട്ട് നമ്മുടെ കേസ് കോർട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, മനീഷ്, ഇറ്റ് ഹാസ് നോട്ട് റീച്ച് ദ കോർട്ട്. നോ ഇറ്റ് ഇസ് ഇൻ ദ പ്രോസസ്, ഡോണ്ട് വറി, ഇറ്റ് ഇസ് ജസ്റ്റ് ദ ഡിലേ, ഹൈക്കോർട്ടിൻ്റെ ഡിലേ ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ജൂണായി, ജൂണിൽ ഇത് കേസ് തുറന്നു. ആൻഡ് ദെൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആയിട്ടും കോർട്ടിലേക്ക് സാധനം പോയിട്ടില്ല. അപ്പോഴത്തേക്കും എനിക്കങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു തുടങ്ങി. ഞാൻ പറഞ്ഞു അപ്പോൾ സെപ്റ്റംബറിലാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ജോൺ പറഞ്ഞു, നമുക്ക് നീ ഒന്ന് സമാധാനമായിട്ട് നമുക്കൊന്ന് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാം, നമുക്ക് ലെറ്റ്സ് ട്രാവൽ സമയം. ഞാൻ എനിക്ക് എങ്ങോട്ടും പോകണ്ട, എനിക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുഞ്ഞിനെ കണ്ടാൽ മതി. അങ്ങനെ വി വെൻ ടു ബോംബെ. അന്ന് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ഹോമിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തതൊക്കെ. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആകെ തകർന്ന് തരിപ്പണമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച്, ആ ഹോമിൽ വെച്ചാണ് അവർ എൻ്റെ അടുത്ത് പറയുന്നത്, യു നോ വാട്ട്, ആഫയുടെ ലൈസൻസ് എക്സ്പയർ ആയി, മനീഷ്കോ ആ ബോലോ അത് ഇതാക്കാൻ. ഞാൻ പറഞ്ഞു, ബെസ്റ്റ്, ആഫയുടെ ലൈസൻസ്. അപ്പം സിമിലർലി ഈ ഹോമിൻ്റെയും ലൈസൻസ് എക്സ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് കാര ഗിവ്സ് എൻ എക്സ്റ്റൻഷൻ ഫോർ ദെം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ കാര ഷുഡ് ഗിവ് എൻ എക്സ്റ്റൻഷൻ ഫോർ ദെം ഓൾസോ, ആഫ ആസ് വെൽ. അത് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ മനീഷിനെ അവിടെ നിന്ന് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മനീഷ്, ഐ എം ഹിയറിംഗ് ദറ്റ് യുവർ ലൈസൻസ് ഇസ് എക്സ്പയർഡ്. നോ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്, കാര വിൽ ഗെറ്റ് ഇറ്റ് ഡൺ ഫോർ അസ്, സോ വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഒക്ടോബർ ആയിട്ടും നടന്നിട്ടില്ല. അപ്പോൾ ഈ ആഫ റിന്യൂ ആയിട്ടില്ല. എക്സ്പയറി കഴിഞ്ഞപ്പോൾ ദെൻ ഒക്ടോബർ ആയപ്പോൾ ഐ കോൾഡ് അപ്പ് ഓമന മാഡം. അതെ, ഓമന മാഡത്തിനെ ഞാനൊരു ദിവസം വിളിച്ച് ഞാൻ
സങ്കടത്തിൽ ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു മാഡം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അതാണ് ഇപ്പോൾ റമീസ് നേരത്തെ തുടക്കത്തിൽ ചോദിച്ച പോലെ തന്നെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ യു ആർ സപ്പോസ് ടു ബി എനർജറ്റിക്, യു ആർ സപ്പോസ് ടു ബി ഹാപ്പി ഓൺ എയർ. മനസ്സിൽ ഐ എം ഡൈയിങ്. ആ സമയത്ത് നമുക്കവിടെ ബിറ്റ്വീൻ ദ സോങ്സ് ഞാൻ കരഞ്ഞിട്ടുള്ള അവസ്ഥയുണ്ട്, യുനോ. സോ ചില സമയത്ത് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എന്ത് പറ്റി ഇന്നൊരു എനർജി കുറവുണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്. ബിക്കോസ് യു കാൻ, ആസ് ഐ ടോൾഡ് യു കാൻ ഫേക്ക് എനർജി. നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർക്ക് എവിടെയെങ്കിലൊക്കെ മനസ്സിലാവും, നമ്മളെ പറ്റില്ല. എന്നും കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മളെ അറിയാം. ഞാൻ പറഞ്ഞു മാഡം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, എൻ്റെ ജോലി എന്ന് പറയുന്നത് ഐ എം സപ്പോസ് ടു സൗണ്ട് ഹാപ്പി ഓൺ എയർ. ഇറ്റ്സ് എൻ എന്റർടൈൻമെന്റ് ഫീൽഡ്. എനിക്കെൻ്റെ ജോലി എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. This is not how it should work. You Maya, I understand. I totally understand. I don't know why this is happening. Appa she also told me that Karela samayathu endo management changes സംഭവിച്ചു, അതുകൊണ്ടാണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നപ്പോൾ it was a lot more easier എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഫൈൻ, ഐ വെയിറ്റ് ഫോർ സം മോർ ടൈം. അപ്പോൾ അവരുടെ അടുത്ത് അവർ ഭയങ്കര കൈൻഡ് ആയിരുന്നു കേട്ടോ. അവർ ഭയങ്കര നല്ല സ്ത്രീയാണ് ആക്ച്വലി. അവർ ഭയങ്കര ഒരു അമ്മയെ പോലെ കുറേ നേരം എൻ്റെ അടുത്ത് ഇത് കേട്ട് അവർക്ക് തന്നെ വയ്യ. ആ വേദനയുടെ ഇടയിലാണ് എൻ്റെ വേദന മുഴുവൻ അവർ കേട്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദെൻ മനീഷ് കോൾഡ് മീ അപ്പ്. ആൻഡ് മനീഷ് ഇങ്ങനെ കുറേ എൻ്റെ അടുത്ത് സംസാരിച്ചു. സി മായ, അയാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഐ എം താങ്ക്ഫുൾ ദാറ്റ് ഹീ ടോൾഡ് മീ ദാറ്റ് സി മായ, എത്ര ഡിലേ ഉണ്ടെങ്കിലും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ് ഇസ് സേഫ്. ആ വീട്ടിൽ ആ കുഞ്ഞ് സേഫാണ്. സോ അതാണല്ലോ നമുക്കിപ്പോൾ വേണ്ടത്. കുഞ്ഞ് ഹാപ്പിയാണ്, സേഫാണ്. ഇപ്പം കുഞ്ഞ് സേഫാണ്. ആ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു താമസമേ ഉള്ളൂ എന്നയാളൊരു വാക്ക് പറഞ്ഞു. അപ്പം ദാറ്റ് കൈൻഡ് ഓഫ് കാംഡ് മീ. ഓക്കെ, ഐ വെയിറ്റ്. നവംബർ ആയപ്പോഴാണ് ഓമന മാഡം കോൾസ് മീ ആൻഡ് ഷീ ഈസ് ലൈക്ക്, മായ, ഐ എം സോ സോറി, വി ഡോണ്ട് നോ വൈ this is not getting cleared. ഇത് എന്തുകൊണ്ട് ആഫയുടെ ലൈസൻസ് റിന്യൂ ആവുന്നില്ല എന്നുള്ള വി ഡു നോട്ട് നോ. മാഡം, ഇഫ് യു ഡു നോട്ട് നോ then who knows? You should be able to walk into that office and ask whoever it is, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ള നിങ്ങൾ ചോദിക്കണ്ടേ? We don't know. Manish has got his suitcase packed to go to Delhi എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഓക്കെ madam, now that you tell me you don't know, then it is time for me to know what is the problem. അപ്പോൾ തന്നെ എൻ്റെ ലാസ്റ്റ് റിസോർട്ടായിട്ട് ഞാൻ വിളിക്കുന്നു നമ്മുടെ കമ്മീഷണറിനെ, സുരേഷ് ഗോപിനെ വിളിക്കുന്നു. പുള്ളിക്കാരനെ, പക്ഷേ സുരേഷ് ഏട്ടൻ, ഓ മൈ ഗോഡ്, ഹി ഹാസ് ഓൾ മൈ ഹാർട്ട് കേട്ടോ. പുള്ളിക്കാരൻ ഇത് കേട്ട് ഉടനെ ഞാനൊരു ദിവസം ഭയങ്കര സങ്കടത്തിലാണ്. ഇന്നിപ്പം ഞാൻ കുറെ കൂടെ ചിരിച്ചും കളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന സമയത്ത് നേരത്തെ അറിയോ? സുരേഷ് ഏട്ടനെ വർഷങ്ങളായിട്ട് അറിയാം. സുരേഷ് ഏട്ടനെ ആക്ച്വലി നമ്മുടെ, എനിക്ക് തോന്നുന്നു, ഒരു ഓഫീസിൽ ആദ്യമായിട്ട് അദ്ദേഹം വരുന്നത് 2006 7 എങ്ങാണ്ടുമാണ് അദ്ദേഹം വരുന്നത്. ഹിറ്റിൽ ഒരു ഇന്റർവ്യൂവിന് വരികയാണ്. അന്ന് തൊട്ടുള്ള പരിചയമാണ്. ആൻഡ് ഹിറ്റിൽ ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറൊന്നും അല്ല കേട്ടോ, പുള്ളിക്കാരൻ അങ്ങ് 4-5 മണിക്കൂർ അങ്ങ് ഇരുന്ന് സംസാരിക്കും. ഹീ ലവ്സ് ഓൾ ഓഫ് അസ്. നമ്മളെ ഭയങ്കര കാര്യമാണ്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഹീസ് ലൈക്ക് എ ബ്രദർ ടു അസ്. എല്ലാ വിശേഷവും പറയും. അങ്ങനെ ഭയങ്കര സ്നേഹമാണ്, എല്ലാവരെയും ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ സുരേഷ് ഏട്ടൻ ഞാൻ പറഞ്ഞു, അപ്പം ജോണിൻ്റെ അടുത്ത് പറഞ്ഞു, എടി സുരേഷ് ഏട്ടൻ. അപ്പം ഇതിന് മുന്നേ എനിക്ക് 2004 നമുക്ക് റെഫറൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 4 months പീരീഡ് ആണല്ലോ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഓഫീസിൽ മിഥുൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്ക് മാനേജ്മെന്റിൽ അറിയിക്കണമല്ലോ. അപ്പൊ ഞാൻ എൻ്റെ GM-നോടും ഞാൻ പറഞ്ഞു, നമ്മുടെ ജനറൽ മാനേജറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മിഥുൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് ഡിലേ ചെയ്ത് വരുവാണല്ലോ. അപ്പൊ ഇതിൻ്റെ ഇടയിൽ മിഥുൻ ചോദിക്കുന്നുണ്ട്, എന്തായി ചോദിക്കുന്നു. എടാ ഒന്നും ആയിട്ടില്ല, നിനക്കൊന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത് സംസാരിച്ചൂടെ? അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇതിനകത്തൊക്കെ നമ്മൾ പൊളിറ്റിക്സ് ഒന്നും കൊണ്ടുവരണ്ട. ഇറ്റ്സ് എ മാറ്റർ ഓഫ് എ ചൈൽഡ്. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ, നമ്മൾ അത് വേണ്ട എന്ന് നമ്മൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഡിഫെൻഡ് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് നിർത്തിയത്. പക്ഷേ ഈ ഒരു ഫേസ് എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വെച്ച് ഇനി ഒന്നും നോക്കാനില്ല, നമ്മളൊന്ന് ചോദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു ദിവസം രാത്രിയായപ്പോൾ ഞാൻ സുരേഷ് ഞാൻ വളരെ ഡെസ്പറേറ്റ് ആയിട്ടാണ് വിളിക്കുന്നത്, കെൻ ഐ ടോക്ക് ടു യു? അപ്പം തന്നെ പുള്ളിക്കാരൻ, എടി പറ എന്താ കാര്യം? അപ്പോൾ തന്നെ കോൾഡ്. ഞാൻ വിളിച്ചിട്ട്, ഞാൻ വാട്സാപ്പ് ആയിട്ടത് ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സുരേഷ് ഏട്ടാ ഇതാണ് കാര്യം. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞാൻ പറഞ്ഞു, ഇത് വളരെ നമ്മളെ ആ സമയത്ത് തോന്നിയില്ല. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫേസ്, വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ലാസ്റ്റ് ഒരു സ്ട്രോയിൽ നിൽക്കുകയാണ്.
ഓക്കെ, നീ ഒരു കാര്യം ചെയ്യേ, എനിക്കൊരു മെയിലായി ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് അയക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്ന് രാത്രി ഞാൻ ഷുവർ, ഞാൻ എന്നിട്ട് ഫുൾ ഞാൻ മെയിലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത്, അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ്റെ ഇമെയിൽ ഐ ഡി ഇല്ല. നെക്സ്റ്റ് ഡേ ഐ സെഡ്, സുരേഷേട്ടാ ഇമെയിൽ ഐ ഡി ഒന്ന് അയക്കുമോ, ഞാൻ അയച്ചു തരാം ഇത്. ഇമെയിൽ ഐ ഡി ഒന്നും വേണ്ട, നീ എൻ്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ നമ്പർ ഞാൻ തരാം, 5 minutes കഴിഞ്ഞ് ജസ്റ്റ് കോൾ ഹിം, ഹി വിൽ കോർഡിനേറ്റ് ഇറ്റ് ഫോർ യു. അങ്ങനെ ഹി ഗേവ് മീ ദ പേഴ്സണൽ സെക്രട്ടറീസ് നമ്പർ. അപ്പം ആ സെക്രട്ടറി ഇരിക്കുന്നത് ഡൽഹിയിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ നരേനെ ഞാൻ സംസാരിച്ചു. നരേൻ, മാഡം വാട്ട് ഇസ് ദ പ്രോബ്ലം? അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ചെയ്ത മെയിൽ മുഴുവൻ ഞാൻ പുള്ളിക്കാരനെ വാട്സാപ്പിൽ ഇട്ട് കൊടുത്തു. ഞാൻ ഫുൾ അയച്ചു കൊടുത്തു. എന്നിട്ട് ഹി അണ്ടർസ്റ്റുഡ് വാട്ട് ദ ഇഷ്യൂ ഇസ്. റമീസ്, ഇറ്റ് ഇസ് അമേസിങ് ഹൗ ദേ ക്യാൻ ടേൺ തിങ്സ് അറൗണ്ട്. അയാൾ, ഞാൻ സംസാരിക്കുന്ന രാവിലെ ഒരു 10 മണിക്കാണെങ്കിൽ ഇയാൾ 3 മണിയായപ്പോൾ ഹി ടോൾഡ് മീ എക്സാക്ട്ലി വേർ ദ പ്രോബ്ലം ഇസ്. ആൻഡ് അവർ പറഞ്ഞത് കോൺസുലേറ്റ്, ഇവിടുത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് ഒരു ലെറ്റർ പോകണം on behalf, on their behalf, saying that AFA is still registered. അങ്ങനെ ഒരു ഇതാണ്, അതൊരു എന്താ പറയുക, ഒരു പ്രൊസീജിയറാണ്. ബേസിക്കലി അതൊരു ലെറ്റർ ആണ് കൺഫേമിംഗ് ദറ്റ് AFA is still in place. അപ്പം അങ്ങനെ ആ ലെറ്റർ കാരയ്ക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. എന്നെ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ 3 മണിക്ക് എന്നെ വിളിക്കുകയാണ്. ആൻഡ് ഹി സെഡ്, മാഡം ക്യാൻ യു മീറ്റ് മീ ടുമോറോ? ആൻഡ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഐ മീറ്റ് ഹിം. ഞാനും ജോണും കൂടി ചെന്ന് ജോയിൻ്റ്ലി വി ഗോ ദെയർ, വി മെറ്റ് ഹിം. പുള്ളിക്കാരൻ പറഞ്ഞു, വി ഹാവ് സെൻഡ് ദ ലെറ്റർ 3 times ടു കാര ഓൾറെഡി. അവരെന്താണ് ഈ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഹി ഷോഡ് മീ, അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ലെറ്ററാണ്, ബട്ട് ഹി ഷോഡ് മീ, ഹി സെഡ്, സി ഐ ഹാവ് ഡൺ ഓൾ ഓഫ് ദാറ്റ്. Then I don't know, then they are not doing their job. Basically they are not doing their job, that's the thing. എൻ്റെ മുന്നിലിരുന്നുകൊണ്ട് ഹി സെൻഡ് ഇറ്റ് 4th time, ഒന്നുകൂടെ അയച്ചു. ഇത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് നരേൻ മെസ്സേജ് അയക്കാം, മാഡം ദേ ആർ സേയിങ് ഇറ്റ് ഇസ് എ ഫയൽ വിച്ച് ഇസ് നോട്ട് ഓപ്പണിംഗ്, ക്യാൻ യു പ്ലീസ് ആസ്ക് ഹിം ടു സെൻഡ് ഇറ്റ് ഇൻ PDF ഫോർമാറ്റ്. ഇത് ഏത് കാലഘട്ടത്തിലാണ് ദൈവമേ നമ്മൾ നിൽക്കുന്നത്? Immediately I again message the deputy consul general, and he said, ഞാൻ പറഞ്ഞു, സർ എനിക്കിതൊന്ന് PDF ഒന്ന് അയച്ചു തരുമോ, JPEG ഓഫ് PDF എന്തോ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പുള്ളിക്കാരൻ വീണ്ടും അയച്ചു. അപ്പോൾ അവർ കൺഫേം ചെയ്തു ഇത് കിട്ടിയിട്ടുണ്ടെന്ന്. ആൻഡ് ദെൻ നരേൻ സെഡ്, മാഡം ഇറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഇൻ 1 week's time. ആഫയുടെ ലൈസൻസ് ക്ലിയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ദേ ക്ലിയർഡ് ഇറ്റ് ഇൻ 1 week's time. അപ്പോൾ ഞാൻ മനീഷിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്, മനീഷ് യുവർ ലൈസൻസ് ഇസ് ഡൺ, ദെയർ ഇറ്റ് ഇസ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊരു സമാധാനപ്പെട്ടെന്നറിയാം. ഞാൻ പറഞ്ഞു, ഓക്കെ, നൗ ഇറ്റ് വിൽ ഗോ ടു ദ കോർട്ട്. അടുത്ത ഇനിയിപ്പോൾ കോർട്ടിൽ പോയി ഈ സംഭവം മൊത്തം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കോർട്ടിൽ പോയി ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്കും സംഭവം സബ്മിറ്റ് ചെയ്തു. പക്ഷെ വീണ്ടും കോർട്ട് ഗോസ് ഓൺ ഹോളിഡേ ഫോർ ഡിസംബർ, മറ്റേ ന്യൂ ഇയർ, ക്രിസ്മസ് ആ ടൈം. ജാനുവരിയിലാണ് നമുക്ക് ഇത് വരുന്നത്, NOC വരുന്നത്. NOC വരുന്നത് ജാനുവരി അറൗണ്ട് 14th വരുന്നത്. പക്ഷേ അഗൈൻ അവർക്ക് ഫിസിക്കലി കയ്യിൽ ഈ സാധനം കിട്ടണം. ആ പേപ്പർ കൊറിയർ ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ല, ബോംബെയിൽ 2 ആഴ്ച കൊണ്ടേ ഇത് സാധനം എത്തത്തുള്ളൂ. ഞാൻ പറഞ്ഞത് ദിസ് ഇസ് വാട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറഞ്ഞത് എന്താണിത്, ഒരു കൊറിയർ, അതായത് ഇറ്റ് ഇസ് ലൈക്ക് ദിസ്, ഫ്രം കരാമ ടു ജബലാലി ഒരു സാധനം കൊറിയറിൽ 2 ആഴ്ച എടുക്കുമോ എത്താനായിട്ട്? ഇത് നമ്മളെ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എനിവേ, അത് ഐദർ കോർട്ടിൽ നിന്നുള്ള ഡിലേ ആയിരിക്കാം, അല്ലെങ്കിൽ കൊറിയർ സർവീസിന്റെ ഡിലേ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്, ഇറ്റ് ടേക്സ് 2 weeks. അങ്ങനെ നമ്മൾ ഫെബ്രുവരി 8th തീയതിയാണ് അവസാനം ഈ മുംബൈയിലെ ഈ ഹോമിലേക്ക് അവർക്ക് ഫിസിക്കലി സാധനം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ, ഇനി ബർത്ത് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടേ ഉള്ളൂ. അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആ കോർട്ടിൻ്റെ ഓർഡറിൽ ഞാൻ റമീസ് കാണിച്ചത്, ഐ ഹാവ് ഇറ്റ് ഓൺ മൈ ഫോൺ. ദർ ഇസ് എ sentence where it is written 5 ദിവസത്തിനകം you have to issue the birth certificate. ഈ 5 ദിവസം എന്നുള്ള സാധനം 5 ആഴ്ചയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, വീണ്ടും ഡിലേ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ്. ഇറ്റ് ഈസ് പ്യൂർലി പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് ദെയർ ജോബ്. ആൾക്കാർ ജോലി ചെയ്യുന്നില്ല, അതാണ് വെച്ച് 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 താമസിപ്പിക്കുന്നു ഫോർ വാട്ട് എവർ റീസൺ. അങ്ങനെ നമ്മൾ മുംബൈയിൽ, അപ്പം നമ്മൾ പോകുന്നത് കറക്റ്റ് ഈ മറ്റേ വാറും ഒക്കെ നടക്കുക ആ ഒരു അൺറെസ്റ്റ് ടൈമിലാണ് നമ്മൾ വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു 4 ആഴ്ച ആയി അപ്പോഴത്തേക്കും, ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴാണല്ലോ ഇവിടുത്തെ ഈ അൺറെസ്റ്റ് തുടങ്ങുന്നത്. March 1st ആ ടൈമിലാണ് നമ്മൾ പോകാനായിട്ട് തീരുമാനിക്കുന്നത്. ഞാൻ വിചാരിച്ചു 4 weeks ആയി, അപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് വരണം.
അപ്പം ഞാൻ വിചാരിച്ചു ഒരു 2 വീക്സ് എന്ന് മുംബൈയിൽ താമസിച്ച് ബാക്കിയുള്ള വൈൽ ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് ദ പാസ്പോർട്ട് ഇസ് ഗെറ്റിംഗ് റെഡി, ഇവളുമായിട്ടൊന്ന് നമുക്കൊരു പെട്ടെന്ന് ഇവളെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതിനെക്കാട്ടിലും ഇവളുമായിട്ട് കുറച്ചൊന്ന് ഒന്ന് യൂസ്ഡ് ആവണമല്ലോ. ഷീ ഹാസ് ടു ഗെറ്റ് യൂസ് ടു അസ്, വി ഹാവ് ടു ഗെറ്റ് യൂസ് ടു ഹർ. അപ്പോൾ കുറച്ചൊന്ന് കളിച്ചൊക്കെ ഒന്ന് പരിചയമൊക്കെ വരുത്താം എന്നുള്ളത് ഒരു ഇൻറ്റൻഷനിലാണ് നമ്മൾ പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ഈ അൺറെസ്റ്റ് സംഭവിക്കുന്നത്. ദെൻ ഇറ്റ് ഗോട്ട് പുഷ്ഡ് ടു ദ 8th of March. നമ്മൾ മാർച്ച് ഒരു 8ാം തീയതി മുംബൈയിൽ എത്തുന്നു. നമ്മൾ ആ ഹോമിൽ ചെല്ലുമ്പോൾ അവർ ആപ് ലോഗ് ആ ഗയേ. മാഡം എൻ്റെ കൊച്ചുണ്ടോ മാഡം, ഐ വോണ്ട് ടു ടേക്ക് ഹോം. നീ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ആയിട്ടില്ല. मैडम इट्स बीन 1 month since we got the NOC. हाँ ऐसा ही होता है, यहाँ तो बहुत डिले है. मैडम that's not acceptable. That's not acceptable. നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തില്ലേ. അപ്പോൾ ഷി സെഡ് maybe हम लोग ट्राई करेंगे എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുന്നു. അപ്പം ഞാൻ ആകെ ഡൗൺ ആയി. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും സുരേഷ് ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, സുരേഷ് ചേട്ടാ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഒരു ഡിലേ ആണ്. അപ്പോൾ പുള്ളിക്കാരനൊരു ആളെ നമുക്ക് കണക്ട് ചെയ്ത് തന്നു, പക്ഷേ അതങ്ങോട്ട് ഹി വാസ് ഓൾസോ നോട്ട് ഏബിൾ ടു ഹെൽപ്പ് അസ്. ഹെൽപ്പ് അങ്ങോട്ട് നടന്നില്ല. യാദർശികമായിട്ടാണ് ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ ജോസഫിന് മുംബൈയിൽ കുറച്ച് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഇവിടെ ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ വിശേഷം പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മളൊരു കുഞ്ഞ് എന്നെ കാണാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. മാം മുംബൈ ആണോ, എനി ഹെൽപ്പ് യു വോണ്ട് ജസ്റ്റ് ലെറ്റ് മീ നോ കേട്ടോ, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അന്ന് അവിടെ ഞാനിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുന്ന സമയത്ത് ജോസഫ് എന്നെ മെസ്സേജ് അയക്കുന്നു, മാം എല്ലാം ഓക്കെ അല്ലേ, എന്തെങ്കിലും വേണോ ഹെൽപ്പ്. ഞാൻ ജോസഫ് ഒന്നും ചോദിക്കല്ലേ എൻ്റെ അടുത്ത് തോന്നി, ഞാൻ കരയാനൊക്കെ തോന്നി. അയ്യോ മാം കരയില്ലേ, എന്തിനാ കരയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ജോസഫ്, ഇത് 1 മാസത്തിന് മുകളിലായി. മാം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, നമ്മളത് ചെയ്തിരിക്കുന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര ഹെൽപ്പായിരുന്നു. അങ്ങനെ he had some connection and then he got it done for me. പുള്ളിക്കാരൻ ഒരു 2 ദിവസത്തിനകം എനിക്കത് സെറ്റാക്കി തന്നു. അപ്പോൾ ഞാൻ സമാധാനമായി. ഓക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പം ഞാൻ പാസ്പോർട്ട് തത്കാലിൽ ചെയ്യാം. ഞാൻ അപ്പോൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു മാഡം തത്കാലിൽ ചെയ്യണം, പാസ്പോർട്ട് എന്തായാലും തത്കാലിൽ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഹം കരയെങ്കിൽ. ഇത് കഴിഞ്ഞ് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു, തത്കാലിൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അതെന്താ. അഡോപ്ഷൻ കേസസ് തത്കാലിൽ ചെയ്യില്ല. അതെന്തൊരു റൂളാണ്. ഞാൻ പറഞ്ഞു വൈ ഇസ് ഇറ്റ്. സി നമ്മുടെ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഐ ടെൽ പീപ്പിൾ nobody is going to know she's not born to me. Because പണ്ട് ഒരു ആസ്ട്രിക്സ് മാർക്കിൽ ലാസ്റ്റ് എൻഡിൽ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ആസ് ഡിക്ലെയർഡ് ബൈ ദ കോർട്ട്. പക്ഷേ ഇപ്പൊ ആ സെന്റൻസും ഇല്ല, മനസ്സിലായി, അത് ഒഴിവാക്കി. അപ്പൊ it should be treated like any other birth certificate, right? അതെന്താണ് അവർക്ക് അത് തത്കാലിൽ ചെയ്യാൻ പറ്റില്ല പാസ്പോർട്ട് എന്ന് പറയുന്നതിൽ എന്താണ് അതിനകത്ത് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. The court has given you an NOC. What is stopping you? Why would you put a hindrance to that? എനിക്ക് ഇതൊക്കെയാണ് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സോ നമ്മളോട് പറഞ്ഞു ഇല്ല തത്കാലിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് കിട്ടുന്നത് 1 മാസത്തിന് ശേഷമാണ് നമ്മുടെ ഡേറ്റ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് ട്രൈ ചെയ്യാനൊന്നും വയ്യ, ഞാൻ നിർത്തുകയാണ്. ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ ഇത് വരട്ടെ, ഐ ഡോണ്ട് കെയർ, ഐ എം സോ ഡൺ. ബിക്കോസ് അപ്പോഴത്തേക്കും നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഇനി വയ്യ എന്നുള്ളൊരവസ്ഥ വരുമല്ലോ. നമ്മൾ യു ആർ സോ ഡൗൺ, യു ആർ സോ ബ്രോക്കൺ വിത്തിൻ ദറ്റ് യു കാൺ ഇവൻ ഗെറ്റ് അപ്പ്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമല്ലോ. ഞാൻ പറഞ്ഞു ജോണിനോട്, ഞാൻ പറഞ്ഞു ലെറ്റ്സ് ഗോ ബാക്ക് ടു UAE, ഇറ്റ്സ് ഓക്കെ, ദുബായിൽ തിരിച്ചു അവൾ എപ്പോഴെങ്കിലുമൊക്കെ വരട്ടെ. ഈസർ എടി നീ അങ്ങനൊന്നും പറയണ്ട, നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജോൺ അവരുടെ അടുത്ത് പറഞ്ഞു, മാഡം ഇത്തവണ നമ്മൾ പോകുമ്പോൾ കൊച്ചിനെയും കൊണ്ടേ പോവുള്ളൂ, വി ആർ നോട്ട് ഗോയിങ് അതർവൈസ്. അപ്പോൾ പക്ഷേ ഈ പാസ്പോർട്ട് കിട്ടാതെ നമ്മളെങ്ങനെ പോകാനാ. അപ്പോൾ അന്ന് ഐ റിമെമ്പർ ഇറ്റ് വാസ് ദ 17th of March. ഞാനിങ്ങനെ ഇരിക്കുക, രാവിലെ ജോൺ എന്തോ വാങ്ങിക്കാനും കണ്ടായിട്ട് വെളിയിൽ പോയി. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരിക്കുക, ഞാനിങ്ങനെ ആകെ തകർന്ന് തരിപ്പണായിട്ടിരിക്കും. ജീവൻ എന്തു അടി രാവിലെ തന്നെ നീ ഇത്രയും ഡൗൺ ആയിട്ട്, നീ സുരേഷ് ചേട്ടനെ ഒന്ന് വിളിക്കും. അയ്യോ എടാ എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞു നമ്മളൊരാളെ വിളിക്കുന്നത്. അതൊരു പുള്ളിക്കാരൻ്റെ ജോലി പോലും അല്ല ഇത്. ഇറ്റ്സ് നോട്ട് ഇവൻ ഹിസ് ഏരിയ ഓഫ്
ലീഡർഷിപ്പ്. ഇല്ല, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാനപ്പോൾ സുരേഷ് എന്നെ ഒരു 8:30 വിളിക്കുന്നത്. ഞാനപ്പോൾ വാട്സാപ്പിൽ വിളിച്ചപ്പോൾ അപ്പോൾ ഞാൻ കട്ട് ചെയ്ത്, ഞാൻ എടുക്കുന്നില്ല. പക്ഷെ പുള്ളിക്കാരൻ ഇമ്മീഡിയറ്റ്ലി എന്നെ തിരിച്ചു വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ നല്ല ഉറക്കത്തിലാട്ടോ. ഞാൻ പറഞ്ഞു, സുരേഷ് ഐ എം സോ സോറി, ഉറക്കമാണ്. ഞാനൊരു 3:30 വന്ന് കിടന്നതേ ഉള്ളൂ. എന്തോ അവരുടെ ആ സമയത്ത് അമൃത ഭാരതിൻ്റെ എന്തോ പുതിയ കുറച്ച് സ്റ്റോപ്സ് ഇടുന്ന എന്തോ ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയായിട്ട് പുള്ളിക്കാരൻ വന്ന് കിടന്നു. ഞാൻ വെരി സോറി സുരേഷ് ചേട്ടാ, ഞാനേ പാസ്പോർട്ട്, മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വന്നു, പക്ഷെ പാസ്പോർട്ട് എല്ലാം ചെയ്യാലോ, ഒരു പ്രശ്നമില്ല, നീ ഞാനിപ്പോൾ നരേനെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, മേ ബി കുറച്ച് ദിവസം എന്തെങ്കിലും കഴിഞ്ഞിട്ട് കിട്ടുമായിരിക്കും. Naren calls me at 9:30 and he's like, Madam, your passport date, appointment date has been shifted from April 17th to March 17th. അതായത് അന്നത്തെ ദിവസം. You have to go with your child. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ബിക്കോസ് എനിക്ക് ഹോമിനെ എനിക്ക് അറിയിക്കണമല്ലോ, കുഞ്ഞിനെ റെഡിയാക്കി ഡോക്യുമെന്റ്സ് റെഡിയാക്കി അവിടെ എത്തണം 12 മണിക്ക്. 9:30 ആയി. ബോംബെ ട്രാഫിക് ഇസ് ക്രേസി. ഞാനപ്പോൾ ആകെ വെപ്രാളപ്പെട്ട് ഞാൻ ആരെയൊക്കെ വിളിക്കും. അവർ തന്നിരിക്കുന്ന നമ്പർ ആക്റ്റീവ് ആകുന്നത് 11 മണി തൊട്ടേ ആക്റ്റീവ് ആവുള്ളൂ. എനിക്ക് അവരുടെ ഓഫീസ് നമ്പർ ഒന്നും ഇല്ല. അത് ആൾക്കാർ വരുന്നത് തന്നെ 11 മണിക്കേ ഉള്ളൂ. അപ്പോൾ 11 മണി എന്ന് പറഞ്ഞാൽ 12 മണിക്ക് നമുക്ക് എത്തണമല്ലോ. ഞാൻ പറഞ്ഞു, എന്താ ഇപ്പം ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ അവസാനം എങ്ങനെയൊക്കെയോ ആരുടെയൊക്കെയോ നമ്പർ എടുത്ത് ഞാൻ അവസാനം അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ദിസ് ഇസ് ദ തിങ് എന്ന് പറഞ്ഞാൽ ഒരു 10-10:30 മണിയായപ്പോഴത്തേക്കും വി റീച്ച് ദ ഹോം. അവിടെ ചെന്നപ്പോഴത്തേക്കും അവരപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വൺ ഓഫ് ദ ട്രസ്റ്റീസ്, വൺ ഓഫ് ദ ലേഡീസ്, ഷീ സെഡ്, അപ്പോൾ അവരെന്നെ കണ്ടു. യാ ഹായ് മായ, വാട്സ്ആപ്പ്, അപ്പോൾ ഡിഡ് യു സീ മോളെ ഇങ്ങനെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നോ മാഡം, വി ആർ ഗോയിങ് ടു ടേക്ക് ദ പാസ്പോർട്ട്. No, your passport appointment is next month. No ma'am, we got it shifted to this month. Really? How? എല്ലാ വിശേഷവും ഞാൻ വന്നിട്ട് പറയാം മാഡം, നമ്മൾ ഇറങ്ങുക. അങ്ങനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ ഓടി. എന്നിട്ട് ഇതെല്ലാം നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി ഇതെല്ലാം ചെയ്തു. പിന്നെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ പോയി ബാക്കിയുള്ള ഡോക്യുമെൻസും ഒക്കെ കൊടുത്ത് ഒരു 4 മണിയോടുകൂടിയാണ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് കയറുന്നത്. അപ്പോൾ ഉണ്ടടാ സുരേഷ് ചേട്ടൻ എന്നെ വിളിക്കുന്നത്. ഹി കോൾ മീ അപ്പ്. അപ്പോൾ ഈ സൈഡ് ഞാൻ പറഞ്ഞു, സുരേഷ് ചേട്ടാ താങ്ക് യു സോ മച്ച്, നിനക്ക് പാസ്പോർട്ട് കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഇല്ല പാസ്പോർട്ട് കിട്ടിയില്ല, പക്ഷേ എല്ലാ ഡോക്യുമെൻറ്റേഷനും കഴിഞ്ഞു. ആ ഓഫീസർ പറഞ്ഞത് അവർ പോസ്റ്റിൽ അയച്ചു തരാം, സോ മേ ബി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രോബ്ലി എല്ലാം ശരിയാവും. നോ യു ഗോ ടു ദ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ റൈറ്റ് നൗ. ഞാനൊരു നമ്പർ തരാം, കോൾ ഹിം അപ്പ് ആൻഡ് ഗോ ദെയർ. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മൾ ഇപ്പം തന്നെ പോവാം. അങ്ങനെ നമ്മൾ വീണ്ടും, അപ്പോൾ ഐ കോൾഡ് ഹിം. ഞാൻ ആ നമ്പറിൽ വിളിച്ചു പാസ്പോർട്ട് ഓഫീസറിനെ, ഞാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറിനെ വിളിച്ചു. അപ്പോൾ ഹി സെഡ്, യെസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യുവർ കോൾ മാഡം, മിസ്റ്റർ സുരേഷ് ഗോപി ടോൾഡ് മീ യു വിൽ കോൾ മീ. അങ്ങനെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഹി സെഡ്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒരു മലയാളിയാണ്. അപ്പോൾ ഹി സെഡ്, മാഡം ഇരിക്കൂ, ഒരു 1 hour ഒന്ന് ഇരിക്കണം, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് എവറിത്തിങ് റെഡി. 4:30 we went there. 5:30 ആയപ്പം ചൂടാ പാസ്പോർട്ട് കയ്യിൽ കൊണ്ടുതരുന്നത്. അതൊരു മൊമെന്റ് ആയിരുന്നു. എന്നിട്ട് ഒരു 5 വർഷത്തെ അല്ലേ ജേർണി, ഓൾമോസ്റ്റ് 5 years ലാസ്റ്റ് സ്റ്റേജ്. അയ്യോ, അത് കഴിഞ്ഞ് കാറിൽ കയറി പോയപ്പോഴത്തേക്കും നേണ്ട വിളിക്കുന്ന സുരേഷ് ഗോപി. ഹി ഡിഡ് എ വീഡിയോ കോൾ വിത്ത് അസ്. അപ്പോൾ പുള്ളിക്കാരൻ മറ്റേ ട്രെയിനിനകത്ത് ഇരിക്കുക പറഞ്ഞു. അപ്പം ഞാനും ജോണും കൂടെ മറ്റേ കമ്മീഷണറിന്റെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് പറഞ്ഞു, സുരേഷ് ചേട്ടാ നിങ്ങൾ കാണാം. അപ്പൊ കുഞ്ഞുണ്ട്, അപ്പൊ ഞാൻ കുഞ്ഞിനെയൊക്കെ കാണിച്ചു. പറഞ്ഞു, നമുക്ക് അവളുടെ കാതൊക്കെ കുത്തണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ഇതായിരുന്നു. സോ ഹി വാസ് ലൈക്ക് സോ ഗോഡ് സെൻഡ് ആയിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല, ഇന്നും ഞാൻ പ്രോബബ്ലി വെയിറ്റിംഗിലായിരുന്നേനെ. അത്രയും ഡിലേ ആണ്. ഇറ്റ് ഇസ് വേറൊന്നും അല്ല കേട്ടോ, പീപ്പിൾ ആർ നോട്ട് ഡൂയിങ് ദെയർ ജോബ്, സിമ്പിൾ ആസ് ദാറ്റ്. അല്ലാതെ എന്താ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എന്താണ് ആൾക്കാർക്കൊക്കെ ഒരു ദിവസത്തിനുള്ളിൽ പിന്നെ ഒരു ദിവസത്തിനുള്ളിലൊക്കെ കിട്ടുന്നതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ. ഇതൊക്കെ ചുമ്മാ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ തിങ്കിങ് ഓക്കെ, എനിക്കറിയില്ല പൈസയാണോ ഇതിനുള്ള റീസൺ, അതോ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലയോ, എന്താ കാരണം എന്നറിയില്ല. ബട്ട് സിമ്പിൾ ആസ് ദാറ്റ്, ആൾക്കാർ ജോലി ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്.
ഭയങ്കര വലിയൊരു ജേണി അയ്യോ. ഈ നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഇപ്പം പല ടൈറ്റിലുകൾ നമുക്ക് ഇപ്പം മായ എന്ന് പറയുന്ന പേരിനൊപ്പം ചേർക്കാം. ഇപ്പം ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അവസ്ഥയിൽ ഇപ്പം മായ ഒരു അമ്മയുടെ മകളാണ്, മായ ഒരു ആർജയാണ്, മായ ഒരു പ്രൊഡ്യൂസറാണ്, മായ നേത്രയുടെ മകളാണ്, അല്ല അമ്മയാണ്. ജോൺ എന്ന് പറയുന്ന ആളുടെ വൈഫാണ്. ഏതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നത്? എന്നും അന്നും ഇന്നും എന്നും ഞാൻ മായയാണ്. അൾട്ടിമേറ്റ്ലി അതാണ്. ഞാൻ വേറെ ഒരു ടൈറ്റിലും ഇഷ്ടപ്പെടുന്നില്ല. ഐ ആം ഹൂ ഐ ആം. സോ ഞാൻ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഞാൻ എന്നെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. എപ്പോഴും എൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ്, അതൊരു സെൽഫിഷായിട്ട് പറയുന്നതല്ല, പക്ഷെ ആ ഇന്നർമോസ്റ്റ് സർക്കിളുണ്ട്. നമുക്കിങ്ങനെ വലയം വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് സർക്കിളിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഐ തിങ്ക് അത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓൾവേസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ്, ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടൈറ്റിൽ ഇസ് ഐ ആം ഹൂ ഐ ആം. മായ കർത്ത എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച ടൈറ്റിൽ, വേറെ എന്തിനേക്കാളില്ല. ബിക്കോസ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, യു നീഡ് ടു ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. അപ്പം ഞാൻ എന്നെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതൊരു സെൽഫിഷായിട്ട് പറയുന്നതല്ല, ബിക്കോസ് ഐ ഫീൽ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഹാപ്പിനെസ് കൊടുക്കാൻ സാധിക്കില്ല. സോ ഒരു യു കാൺ പോർ ഫ്രം എൻ എംപ്റ്റി കപ്പ് എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ മനസ്സിൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിലേ നമുക്ക് ആ പ്രകാശം ബാക്കിയുള്ളവരിലേക്ക് പരത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കോറിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇപ്പം നേത്ര വന്നപ്പോൾ നേത്ര ഓക്കെ അവിടെ ഉണ്ട്, പക്ഷെ എന്നാലും ഐ നോ വൺ ഡേ ഷീ വിൽ ഓൾസോ ഫ്ലൈ ആൻഡ് ഗോ. അന്ന് ഞാൻ വീണ്ടും ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് മായ കർത്ത എന്ന് പറയുന്നതാണ് ഞാൻ. Thank you so much. Thank you so much. Enjoyed the conversation very well. Thank you. Beautiful conversation. Thank you so much. Thank you നമ്മുടെ so much. ഗാലറി വിഷന്റെ ഡീകോഡ് എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് വന്നത്. Thank you.